നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം ബാലരാമപുരമാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സാരിയിലൊക്കെ വരുന്ന ഗോൾഡൻ ആ ഒരു നൂല് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. കൊള്ളാം, അടിപൊളി. അപ്പം ഈ ഏരിയയിൽ ഫുള്ളും വരുന്നത് ഇതുപോലത്തെ നെയ്ത്തിന്റെ ഓരോരോ സ്ഥലങ്ങളാണ്. അപ്പം ഇതും അതിന്റെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ബാക്കിൽ കാണുന്നത്. ഗൈസ്, ഇത് ഇവരുടെ കുലത്തൊഴിലാണെന്നാണ് പറയുന്നത്. ഓ, ഇത് മറ്റേ പഴയ മോഡൽ രീതിയിലുള്ള. ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം ബാലരാമപുരമാണ്. അപ്പോൾ കേരളത്തിന്റെ കൈത്തറിയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ബാലരാമപുരം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളാണ്. വാ. തിരുവനന്തപുരത്തിന്റെ സ്വന്തം ബാലരാമപുരം കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രമായ കസവ് സാരിയും മുണ്ടും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ബാലരാമപുരം. കൈത്തറിയെ സ്വന്തം തൊഴിലാക്കി മാറ്റിയ ബാലരാമപുരത്തുകാരുടെ കഥ. അന്തിക്കാടെന്നറിയപ്പെട്ടിരുന്ന സ്ഥലം എങ്ങനെ ബാലരാമപുരമായി, എങ്ങനെ നെയ്ത്തുകാരുടെ കേന്ദ്രമായി? അന്വേഷിച്ചു പോയാലോ? പണ്ട് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം ബാലരാമപുരം. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ 2 സ്ട്രീറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വരുന്നത് സിംഗിൾ സ്ട്രീറ്റും ഒന്ന് ഡബിൾ സ്ട്രീറ്റും. നേരെ കയറി ചെല്ലുന്നത് ഈ ഒരു ടെമ്പിളിൻ്റെ മുന്നിലേക്കാണ്. തമിഴ്നാടൻ സ്റ്റൈലിലുള്ളൊരു ടെമ്പിളാണ് ഇവിടെ പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും കൈത്തറിയുടെ ഒരുപാട് കടകളാണ് വരുന്നത്. അപ്പോൾ ഏത് കടയിൽ പോയാലും നമുക്ക് മികച്ച കൈത്തറി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഹോൾസെയിലോ റീറ്റെയിലോ നമുക്ക് എങ്ങനെ വേണോ ഇവിടുന്ന് വസ്ത്രങ്ങൾ എടുക്കാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി. അപ്പോൾ അദ്ദേഹത്തിന് രാജാവിൽ നിന്ന് പ്രീതി നേടിയെടുക്കാനായി രാജകുടുംബത്തിലേക്ക് വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് വേണ്ടി തഞ്ചാവൂരിൽ നിന്നും നാഗർകോവിലിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നുമൊക്കെ ഒരുപാട് ചാലിയാർ സമുദായത്തിലുള്ള ആൾക്കാരെ അദ്ദേഹം കൊണ്ടുവന്ന് നമ്മുടെ ബാലരാമപുരത്ത് പാർപ്പിച്ചു. അതായത് 7 കുടുംബങ്ങളെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവർ രാജകുടുംബത്തിന് വേണ്ടി മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ തുടങ്ങി. കൈ ഉപയോഗിച്ച്, അതായത് കൈത്തറി ഉപയോഗിച്ച് ഒരുപാട് വസ്ത്രങ്ങൾ അവർ നെയ്തെടുക്കാൻ തുടങ്ങി. അതിൽ തന്നെ അവർ സ്വർണ്ണക്കസവും വെള്ളിക്കസവും ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിലേക്ക് വെള്ളിക്കസവും സ്വർണ്ണക്കസവും ഒക്കെയുള്ള സാരികൾ വന്നു തുടങ്ങിയത്. സാരികളായാലും മുണ്ടുകളായാലും വന്നു തുടങ്ങിയത്. ഇവിടെ നെയ്തെടുക്കുന്ന ഓരോ നൂലിനും പിന്നിൽ ഒരു കൈയുടെ സ്പർശം വരുന്നുണ്ട്. ഓരോ ഡിസൈനിനും പിന്നിൽ വർഷങ്ങളുടെ പരിചയവും വരുന്നുണ്ട്. ഇവിടുത്തെ ഏതൊരു കടയിൽ നമ്മൾ കയറിയാലും വളരെ നല്ല കളക്ഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലേഡീസിന് വേണ്ടി മാത്രമല്ല, ജെൻസിനും ഒരുപാട് കൈത്തറി വസ്ത്രങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ഈ ഓണത്തിന് കളറാക്കാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്മലിൻ്റെ ഷോപ്പുകളും കാണാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല, ഓണമായി തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ, അതായത് ഡിസൈൻ വർക്ക് ചെയ്യുന്നവർ, പിന്നെ സാരി ഓർണമെൻറ്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോളുകൾ പോലെ നിരത്തിയിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിലുള്ള പാറ്റേണും നമുക്ക് ഇവരോട് പറഞ്ഞ് തയ്പ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാലരാമപുരത്തിൻ്റെ കഥ തീരുന്നില്ല. രാജകുടുംബത്തിന് വേണ്ടി വസ്ത്രങ്ങൾ നെയ്യാൻ തുടങ്ങിയ ചാവലിയാർ സമുദായത്തിൽപ്പെട്ടവർ ഇവിടെ തന്നെ സ്ഥിരതാമസം ഉറപ്പിക്കുകയും രാജകുടുംബത്തിന് വേണ്ടി മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കുകയും ചെയ്തു. ചേച്ചി, റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓണത്തിന് ഇടാൻ പറ്റുന്ന എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട്. ട്രഡീഷണൽ ആയിട്ട് വരുന്നതായിട്ട് ഒരുപാട് കളക്ഷൻ.
ഇവിടുത്തെ ചെറിയ ചെറിയ സ്റ്റോളുകളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടൊരു വെറൈറ്റി സ്റ്റോറായിരുന്നു കേട്ടോ ഇത്. ഇവിടെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും നമ്മുടെ മെൻസിനും പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഗൈസ് ഇവിടെ 6 ഷർട്ട് 999 രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ്. ഓണം കളക്ഷൻസും കുറേ വന്നിട്ടുണ്ട് ഈ വർഷമുള്ള. അപ്പോൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും നാഗർകോവിലിൽ നിന്നുമൊക്കെ വന്ന ചാലിയാർ സമുദായത്തിൽപ്പെട്ടവർ രാജാവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ നെയ്തു തുടങ്ങിയ നമ്മുടെ ബാലരാമപുരത്തിന് ഇന്ന് സ്വന്തമായൊരു കൈത്തറി പാരമ്പര്യത്തിൻ്റെ അടയാളം കൂടിയുണ്ട്. ഈ സ്ട്രീറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ കാണുന്ന പ്രധാന ഒരു അട്രാക്ഷനാണ് അഗസ്ത്യാർ ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു അഗസ്ത്യാർ ക്ഷേത്രം. ഈ സ്ട്രീറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 സൈഡിലും വരുന്ന കൈത്തറി കേന്ദ്രങ്ങൾ തന്നെയാണ്. വീടുകളിൽ തന്നെയാണ് ഇവരുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നതും കേട്ടോ. പ്രത്യേകമായൊരു കടയോ ഒന്നും തന്നെയില്ല. എല്ലാം വീടുകളുടെ സൈഡുകളിലോ ഫ്രണ്ടുകളിലോ തന്നെയാണ് ഇവർ ഷോപ്പാക്കി മാറ്റിയിരിക്കുന്നത്. ഹാൻഡ്ലൂമാണ് ഇതിൻ്റെ അകത്ത്. ഹാൻഡ്ലൂമാണ് ഇത്. മറ്റേ തയ്ക്കുന്ന കടയാണോ? ഇല്ല. ഓ ശരി. ഇല്ല കുഴപ്പമില്ല. ജസ്റ്റ് ഇതുവരെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോ. പക്ഷെ ഇവിടെ നെയ്ത്തില്ല. ഓ ഇത് മറ്റേ പഴയ മോഡൽ രീതിയിലുള്ള. ഇപ്പൊ ഒന്നും ഇല്ല അല്ലേ? ചേട്ടൻ വേറെ എവിടെയെങ്കിലും തയ്ക്കാൻ പോകണുണ്ടോ ഇതുപോലെ? ഓ ഓ ഓ അവിടെ പോവല്ലേ? ശരി ഗൈസ്, ഇവിടെ വേറൊരു അമ്പലം. ഈ സ്ട്രീറ്റിൽ തമിഴ്നാടൻ ശൈലിയിലുള്ള 3 അമ്പലങ്ങളാണുള്ളത്. ആദ്യം കാണിച്ച അഗസ്ത്യാർ ടെമ്പിൾ കൂടാതെ വേറെ 2 അമ്പലങ്ങളും കൂടി ഇവിടെ വരുന്നുണ്ട്. പ്രധാനമായും തമിഴ്നാടൻ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അമ്പലങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഇവിടെ നിന്ന് എനിക്കൊരു കാഴ്ച കാണാൻ പറ്റി. അപ്പം ഈ ഏരിയയിൽ ഫുള്ളും വരുന്നത് ഇതുപോലത്തെ നെയ്ത്തിൻ്റെ ഓരോരോ സ്ഥലങ്ങളാണ്. അപ്പം ഇതും അതിൻ്റെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ബാക്കിൽ കാണുന്നത്. അമ്മ ഇവിടെ നെയ്ത്തൊക്കെ ഉള്ളതാണോ? എന്തായിരുന്നു? ആ ബോർഡർ. ആ ഓ ബോർഡർ വർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു. മലയാളം. ഓ ബോർഡർ. ഓക്കെ 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 ഗൈസ്, ഇത് കണ്ടോ? നമ്മുടെ ഈ ഓണത്തിനൊക്കെ നമ്മുടെ പട്ട് പോലത്തെ അതൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ഇപ്പൊ ബോർഡർ മാത്രം ഇതില് നൂല് ചുറ്റിയിട്ട് കണ്ടോ? ഇതില് നൂല് ചുറ്റിയിട്ട് അതിലാണ് ബാക്കി വർക്കെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സാരീസ് ഒക്കെ കൂടുതലും ബോർഡർ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആൾക്കാർ. നല്ല പണിയുണ്ട് കേട്ടോ. ഇതിലാക്കി ഇതിലൊന്ന് ഈ ഒരു മെഷീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. കൈ കൊണ്ട് ചെയ്യുന്നതാണ്.
ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സാരിയിലൊക്കെ വരുന്ന ഗോൾഡൻ ആ ഒരു നൂല് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. കൊള്ളാം, അടിപൊളി. ഓ, ചക്ക, ചക്ക. ഇത് ചെയ്യുന്നതിൽ എത്ര രൂപ കിട്ടും? കുറവാണോ റേറ്റ്? ഒരു ദിവസം ഇത്ര ചെയ്ത് കൊടുക്കണം, അങ്ങനെ ഉണ്ടോ? ഇതമ്മ എങ്ങനെ പഠിച്ചു? ഗൈസ്, ഇത് ഇവരുടെ കുലത്തൊഴിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ചെയ്യുന്നത്. നല്ല പണിയുണ്ട്, കൈത്തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇതുവഴി പോയപ്പം ഇങ്ങനെ ഇത് കണ്ടിട്ട് കയറിയതാണേ. അപ്പൊ ഇങ്ങനെ നടന്ന് വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് അവരെ കാണുമ്പോൾ നമ്മൾ കയറി നോക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ടെമ്പിൾ ആണ്, ഈ രണ്ട് സൈഡിലെ ടെമ്പിൾ ആണ്. ടോട്ടലി ഈ ഏരിയയിൽ ഒരു 3 ടെമ്പിളോളം വരുന്നുണ്ട്. അപ്പൊ 2 ടെമ്പിൾ ഞാൻ ഓൾറെഡി കാണിച്ചത്, 3ാമത്തെ ടെമ്പിൾ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ 3ാമത്തെ ക്ഷേത്രം വരുന്നത്. ഗണപതിയുടെ ഒരു ടെമ്പിളാണെന്ന് തോന്നുന്നു. ടെമ്പിൾ ക്ലോസ്ഡ് ആയിരുന്നു. രണ്ട് മുണ്ട് 450. ബാലരാമവർമ്മയുടെ ദിവാനായിരുന്ന ഉമ്മണി തമ്പി അദ്ദേഹത്തിൻ്റെ പ്രീതി നേടിയെടുക്കാനായി ഈ സ്ഥലത്തിന് ബാലരാമവർമ്മപുരം എന്ന പേര് നൽകി. ആ പേര് പിന്നീട് കാലക്രമേണ മാറി മാറി ബാലരാമപുരം എന്നായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് അന്തിക്കാട് എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ സ്വന്തം ബാലരാമപുരം ബാലരാമപുരമായി മാറിയത്. അപ്പോൾ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. പുതിയ വീഡിയോകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്. ഓക്കെ അല്ലേ?